സുജാതൻ 3 ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു. 301 സീറ്റുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായി. അപ്പോൾ പക്ഷെ പോളിംഗ് ശതമാനത്തിനെ പറ്റിയിട്ട് ആണ് ആളുകൾക്ക് തർക്കമൊക്കെ ഉള്ളത്. ആദ്യ 2 ഘട്ടങ്ങളിൽ 66% ഇപ്പോഴും മഹാരാഷ്ട്രയിൽ വലിയ ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷെ കർണാടക, ആസാം ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ പറയുന്നു. ഈ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ്, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിനെ പറ്റി നമുക്ക് വലിയ അഭിപ്രായമൊന്നും ഉണ്ടാകേണ്ടതില്ല. മര്യാദക്കുള്ള ഒരു തിരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിനേക്കാൾ കുറഞ്ഞ ശതമാനത്തിന് 54%-ഒക്കെ നടന്ന കാലഘട്ടം ചരിത്രമൊക്കെ ഉണ്ട് ഇവിടെ. അത് ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ ആവേശമനുസരിച്ചും പിന്നെ ഓളമനുസരിച്ചും ഉണ്ടാക്കുന്ന ഓളമനുസരിച്ചും ഒക്കെ ആയിരിക്കും അത് നടക്കുന്നത്. എന്തായാലും മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ അനുഭാവം ഉള്ളവരാണ് വോട്ട് ചെയ്യാൻ പോകാത്തത് എന്ന് പറയുന്ന ഒരു തിയറിയും ശക്തമായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും മോദി വരും, പിന്നെ നമ്മളെന്തിനാണ്, രാഹുൽ വരില്ല, നമ്മളെന്തിനാണ് പോയി വോട്ട് ചെയ്യുന്നതെന്ന് അവർക്കും വിചാരിക്കാം. അങ്ങനെയും ഒരു തിയറി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊക്കെ വെച്ച് എഴുതുന്നത് BJP ഒരടി പിന്നോട്ട് എന്നൊക്കെയാണ്. എന്താണ് ഇപ്പോൾ അവസ്ഥ? 301 സീറ്റിലെ പോളിംഗ് ഇന്നലെയോടെ കഴിഞ്ഞപ്പോൾ ശരിക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പിൽ അമിത ആഹ്ലാദമോ ആവേശമോ ഉണ്ടെന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലല്ല. പക്ഷേ പകുതിയിലേറെ സീറ്റിലെയും പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇനി 4 ഘട്ടങ്ങളുണ്ടെങ്കിലും ഇതിനേക്കാൾ കുറച്ച് സീറ്റിലേ തിരഞ്ഞെടുപ്പുള്ളൂ. പക്ഷേ അത് കൂടുതലും ഉത്തരേന്ത്യയിലാണ്. പ്രത്യേകിച്ച് UP, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ മേജർ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പൂർത്തിയായത് കർണാടകം, ഗുജറാത്ത്, കേരളം, രാജസ്ഥാൻ, ഗോവ, മണിപ്പൂർ, ഇത്രയും സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ പൂർത്തിയായി. ഈ പറഞ്ഞ സ്റ്റേറ്റുകളിലേക്ക് സ്ഥിതി ഏറെക്കുറെ എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. രാജസ്ഥാൻ, ഗുജറാത്ത്. അപ്പോൾ കേരളത്തിലെ സ്ഥിതി നമ്മൾ എത്രയോ തവണ പറഞ്ഞു എങ്ങനെയായിരിക്കുമെന്ന്. പിന്നെ തമിഴ്നാട്, ഇതെല്ലാം പൂർത്തിയായ സ്റ്റേറ്റുകളിൽ വരുന്നതാണ്. ഇത്രയും സ്റ്റേറ്റിലെ തിരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ടൊരു ഫലപ്രവചനവും ഇനി വരാനുള്ളതിനെക്കുറിച്ചുള്ള ഒരു അഭിമുഖവും നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്തെ യഥാർത്ഥത്തിലുള്ള ഡിബേറ്റിംഗ് സബ്ജക്ട്സ് ഡേ ടു ഡേ മാറുകയാണ്. അപ്പോൾ 2ാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് രാജസ്ഥാനിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ അതിഗംഭീരമായ ചില പ്രസംഗങ്ങൾ വന്നത്. അത് രാജ്യത്തെ ഡിബേറ്റ് ചെയ്യപ്പെട്ടു. അത് മുസ്ലിം സംവരണം, പിന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രധാനമന്ത്രി സംസാരിച്ചു അതിനെപ്പറ്റി. അപ്പോൾ എന്താണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ, അത് പ്രാബല്യത്തിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മോദി അങ്ങനൊരു മുസ്ലിം വിഷയം എടുത്തത് ഈ അയോധ്യയിലെ രാമക്ഷേത്രം അത് നോ മോർ ആൻ ഇഷ്യൂ എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ വല്ല കഥയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഓരോ തിരഞ്ഞെടുപ്പിനും മോഡിക്ക് ഓരോ മുദ്രാവാക്യമുണ്ട്. 2014 അച്ഛാദിൻ ആയിരുന്നു, 2019 ബലാക്കോട്ട്, അതായത് ഇന്ത്യൻ പ്രൈഡ്, നാഷണൽ പ്രൈഡ് അതായിരുന്നു. ഇപ്പോൾ രാമക്ഷേത്രം, അയോധ്യ. രാമക്ഷേത്രം ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ സമാധാനപൂർവ്വം കോടതിയുടെ പിൻബലത്തോടെ ഉഭയകക്ഷികൾക്കും സമ്മതപ്രകാരം പരിഹരിച്ചു. അവിടെ ക്ഷേത്രവും നിർമ്മിച്ചു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം സൗദി അറേബ്യയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അല്ല, രാമക്ഷേത്രം ഒരു വിഷയമേ അല്ല എന്നാണ് ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് 2024 BJPയുടെ ഏറ്റവും വലിയ പ്ലാങ്കാണത്. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം അത് രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ്. അത് വലിയ അളവിൽ ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആ മേഖലയിൽ, ഈവൻ വെസ്റ്റ് ബംഗാൾ അത് പ്രതിഫലിക്കും. BJPക്ക് അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. അതേസമയം ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താ? ഇന്ത്യ മുന്നണി ഈ സാംബിത് റോയയെയും ജയറാം രമേശിനെയും P ചിദംബരത്തെയും പോലെയുള്ള
മഹാബുദ്ധിജീവികളെ വെച്ചും കൊണ്ടാണ് രാഷ്ട്രീയം പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരു പ്രതീകമായി നിൽക്കുകയാണ്. അദ്ദേഹം യാത്രകളൊക്കെ നടത്തി ഇന്ത്യക്ക് പുതിയ ഒരു നേതൃത്വം ആവശ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. ആ നേതാവ് താനാണോ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് ജനങ്ങൾ സ്വീകരിച്ചോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം. പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ജനങ്ങൾ സ്വീകരിച്ചോ? അതിൽ ഒരു ഘടകകക്ഷി പോലും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ മേജർ ഘടകകക്ഷി പിന്നെ സമാജ്വാദി പാർട്ടിയും തമിഴ്നാട്ടിലെ DMKയുമാണ്. ആ മുന്നണിയില്ല മേജർ. ഈ രണ്ട് കക്ഷികളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. മമതാ ബാനർജി അംഗീകരിക്കുന്നു ചോദിക്കേണ്ട കാര്യം തന്നെയില്ല. അപ്പോൾ ഈ പിണറായി വിജയനും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അല്ല, പിണറായി വിജയൻ ഈ രംഗത്ത് നിന്ന് രാജ്യം തന്നെ വിട്ടുപോയി. അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പൊന്നും ഒരു വിഷയമേ അല്ല. അദ്ദേഹം രാജ്യത്ത് തന്നെ ഇല്ല. ഇനി 16 ദിവസം ഇല്ല. ബംഗാളിലേക്ക് വരണ്ടെന്ന് മുഹമ്മദ് സലീം പറഞ്ഞു എന്തോ. അല്ല, അത് ഇവിടുത്തെ CPM സ്ഥാനാർത്ഥികളും പറഞ്ഞു, ദയവായി ചേട്ടൻ ഉപദ്രവിക്കരുതെന്നായിരുന്നു. എന്നിട്ടും അത് പോട്ടെ. അപ്പോൾ ഇതായിരുന്നു ഉത്തർപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഉത്തർപ്രദേശിൽ എവിടുന്നാണ് ഈ BJP അല്ലാത്ത പാർട്ടികൾക്ക് വോട്ട് കിട്ടാനായിട്ട്? അത് അവിടെ BJP തളച്ചിടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് മനോരമയിൽ വായിച്ചു. അവിടെ വേറെ പാർട്ടികളൊന്നും അങ്ങനെ കാര്യമായി മത്സരിക്കുന്നതായിട്ട് കാണുന്നില്ല. പുതിയ നേതാജി അവരുടെ മരിച്ചുപോയ മുലായം സിംഗ് യാദവാണ്. അദ്ദേഹം മത്സരിച്ചു വന്ന സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മരുമകളാണ് മത്സരിക്കുന്നത്, അല്ലേ? ഡിംപിളല്ലേ അവിടെ സ്ഥാനാർത്ഥി. പിന്നെ അതിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഡിംപിൾ തന്നെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അതുപോലെ SP-ക്ക് ചില പോക്കറ്റുകളുണ്ട്. അതെ, അതും കുടുംബാംഗങ്ങൾ മത്സരിക്കുകയാണ് അവിടെ അവരുടെ കുടുംബത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും തികയില്ല. ഒരു കുടുംബാംഗം കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞ ദിവസം രാംപ്രസാദ് യാദവ് എന്ന് പറഞ്ഞ. അതെ. അപ്പോൾ അങ്ങനെ അഖിലേഷ് യാദവിനും ഭാര്യയ്ക്കും 2 സീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് അവരുടെ ജോലിക്കാരന് കൊടുക്കാനുള്ള സീറ്റേ ഉള്ളൂ. 3 or 4 സീറ്റിനപ്പുറത്ത് SP അവിടെ നിന്ന് ജയിച്ചു വരില്ലല്ലോ. BSP അവിടെ 20 സീറ്റിലും മുസ്ലിങ്ങൾ നിർത്തിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാരണാസിയിൽ വരെയുണ്ട്. അത് BJPക്ക് വലിയ ഗുണമാണ് ചെയ്യാൻ പോകുന്നത്. കാരണം BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ല. മാത്രമല്ല, ഈ പോഴത്തം പറഞ്ഞതിന് BJP വിരുദ്ധ പ്രസ്താവന നടത്തിയതിന് അനന്തരവനായ പിൻഗാമി എടുത്ത് കളയുകയും ചെയ്തു. മറ്റേ മായാവതി എന്ന് പറഞ്ഞാൽ BJPക്കെതിരെ സംസാരിക്കരുതെന്നാണ്. മോദിക്കെതിരെയോ ഷായിക്കെതിരെയോ മിണ്ടിപ്പോകരുത്. അതാണ് ഉത്തരവ്. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ നാഷണൽ ഇലക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി നമ്മൾ ഈ 3 ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇനി പ്രധാനപ്പെട്ട വോട്ടിംഗ് എല്ലാം നടക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ബംഗാൾ, പിന്നെ ബീഹാറിൽ, UP-യിൽ ഒക്കെയാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് 80 സീറ്റുള്ള സ്ഥലമാണ് മറ്റേ മഹാരാഷ്ട്ര. 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഇന്നലെ ഭാഗികമായി ഏതാനും സീറ്റിലെ ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ പവാർസ് കുടുംബ സീറ്റിൽ ഭാര്യമാർ മത്സരിച്ചു. അല്ല, സുലുവിനെതിരെ സുനേത്ര ബാരാമതി അവരുടെ കസിൻ്റെ ഭാര്യയാണ്. ഈ മഹാരാഷ്ട്രയിൽ BJPക്ക് കുറച്ച് പ്രശ്നങ്ങളില്ലേ? മഹാരാഷ്ട്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവിടെ BJP വിരുദ്ധ പാർട്ടികൾ ആയിരുന്ന രണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ഓരോ വിഭാഗം BJPയുടെ കൂടെയാണ്. NCP സ്പ്ലിറ്റ് ചെയ്തു. ഉദ്ധവ് താക്കറെയുടെ വിഭാഗം സ്പ്ലിറ്റ് ചെയ്ത് കോൺഗ്രസിൻ്റെ കൂടെ അയക്കുന്നു. എതിർ വിഭാഗം BJPയുടെ കൂടെ അയക്കുന്നു. പക്ഷേ സർവേ ഫലപ്രകാരം ഈ ഇരു കൂട്ടർക്കും പിന്നെ ഏകദേശം തുല്യ സീറ്റ് കിട്ടും. ഒരല്പം മുൻതൂക്കം BJPക്ക്. അങ്ങനെയാണ് മുൻതൂക്കേ വരുന്നുള്ളൂ, അല്പമേ ഉള്ളൂ. അത് പിന്നെ CSDS ലോകനീതി സർവേ അവർ NDAക്ക് ഒരു സ്ലൈറ്റ് എഡ്ജാണ് മഹാരാഷ്ട്രയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2019 കുറയോ കൂടുമോ? 2019 കുറയും തന്നെ എനിക്കും തോന്നുന്നു. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇഫക്റ്റീവ് അല്ല. മോദി മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 5 റാലികളിലൊക്കെ പങ്കെടുത്തിരുന്നുള്ളൂ. ഇത്തവണ ഇതുവരെ തന്നെ 12 റാലികളിൽ പങ്കെടുത്തു. അപ്പോൾ ഷായും
അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും സംസ്ഥാന ലീഡർഷിപ്പ് ഇല്ലാത്ത വിധത്തിൽ മോദിയും ഷായുമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവനും അങ്ങനെ. അത് ഈ ഇവിടെ ഭയങ്കരമായിപ്പോയി. അജിത് പവാറിന് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതായിപ്പോയി. കാരണം അങ്ങേര് ഭാര്യ മത്സരിക്കുന്ന ബാരാമതിയിൽ തളച്ചിടപ്പെട്ടു. പിന്നെ ഈ അവിടെ ഒരുപാട് ഈ പ്രചാരണത്തിനും BJPക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ NCP കൂടെ ഉള്ളത് കൊണ്ടേ പഴയ NCPക്കെതിരെ ചീത്തയൊന്നും പറയാൻ വയ്യ. ഉദ്ധവ് താക്കറെ മറ്റേ ശിവസേനയുടെ കൂടെ നേരത്തെ നിന്നിരുന്നതുകൊണ്ട് ഇയാൾക്കെതിരെയും ഒന്നും പറയാൻ പറ്റുന്നില്ല. ശിവസേനക്കെതിരെയോ NCPക്കെതിരെയോ ഈ വിഭജിച്ചു പോയ ഭാഗങ്ങൾക്കെതിരെയും കൂടുതലായിട്ടൊന്നും രാഷ്ട്രീയ ആക്രമണങ്ങളില്ല. രാഷ്ട്രീയ ആക്രമണങ്ങളും അല്ലാതെ അലസവും തളർന്നതുമായി പോയി. അതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ബാറ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ വോട്ടർ ടേൺ ഔട്ടും ഒക്കെ കുറഞ്ഞിരിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് BJP അവിടെ 28 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതെ, 48-ൽ 28 സീറ്റിലേ അവിടെ മത്സരിക്കുന്നുള്ളൂ. അതെ, സർവേ ഫലത്തിൽ 22 സീറ്റാണ് BJPക്ക് സർവേയിൽ പറയുന്നത്. അത് അവിടെയാണ് കുറച്ച് പ്രയാസം വരുന്നതെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ അതിൽ ഈ നെഗോഷിയേറ്റിംഗ് പവർ BJPക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ MP-മാർ വേണ്ടേ? അത് കിട്ടുമോ കിട്ടുമോ? സ്ലൈറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ MP-മാർ BJPക്ക് തന്നെയാണ് കൂടുതൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. 22 സീറ്റ് 28-ൽ 20. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ BJP പ്ലസ് ഇപ്പം 42 അത് 30 കുറയ്ക്കാൻ പറ്റിയാൽ വലിയ വിജയമായിരിക്കുന്നൊക്കെ പ്രതിപക്ഷം കരുതുന്നുണ്ട്. പക്ഷേ നടക്കുമെന്നൊക്കെയുള്ള കാര്യം വലിയ സംശയമില്ല. കാരണം പ്രതിപക്ഷത്തിന് അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. അതെ, അവരുടെ BJPക്ക് നഷ്ടപ്പെടാനുണ്ട്. ഉണ്ട്. പക്ഷേ BJPക്ക് അവിടെ ഉണ്ടാകുന്ന ചെറിയ ക്ഷീണം അവർ പരിഹരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുമായിട്ടുള്ള സഖ്യമുണ്ട്. അവിടെ ഇപ്പോൾ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാധാന്യം ചന്ദ്രബാബു നായിഡുവിന് കൊടുക്കും. പാർലമെൻറ്റ് കൂടുതൽ എടുത്തിട്ട്. പക്ഷേ കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നില്ല BJP. അവിടെ വേറൊരു തന്ത്രമാണ് അവർ. പക്ഷേ ഈ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതീക്ഷിക്കുന്ന നമ്പർ വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അഥവാ സംഭവിക്കാവുന്ന ചെറിയ ഇടിവ് നികത്താൻ പറ്റും. അത് ഒരു വശം. പിന്നെ മധ്യപ്രദേശിൽ BJPയുടെ ഏകദേശം സ്വീപ്പായിരിക്കും. കാരണം ഗുജറാത്തിലെ പോലെ മീററ്റ് ഒരു സ്ഥാനാർത്ഥി അവസാന നിമിഷം കോൺഗ്രസിൻ്റെ BJPയിൽ ഇൻഡോർ സീറ്റിൽ ഗുജറാത്തിലെ സൂററ്റ് ആവർത്തിച്ചു. അതുപോലുള്ള പിന്നെ ഒരുപാട് കാലമാറ്റങ്ങൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഉണ്ടായത് ലക്ഷണമാണ്. അതൊരു അവിടുത്തെ ദിശ എങ്ങോട്ടാണ് ഈ കിളികളുടെ പറപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മധ്യപ്രദേശിൽ ഏകദേശം സ്വീപ്പായിരിക്കും. പിന്നെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവിടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സ്ട്രാറ്റജി സ്റ്റേറ്റ് ഒട്ടക്ക് പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് മധ്യപ്രദേശ്. അപ്പോൾ പൊതുവെ ഇതാണ് ഈ 3 ഘട്ടം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ചിത്രം. അപ്പോൾ ഇതിനകത്ത് വലിയൊരു അളവിൽ BJPയെ സഹായിക്കുന്നത് രാമക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് മോഡി ഇപ്പം പ്രയോഗിച്ച ഈ സംവരണ ഇഷ്യൂ ഇതാണ് ഈ അവസാനം കാണുന്നത്. അത് പിന്നാക്ക വോട്ടുകൾ തടുത്തു കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ. പിന്നെ അക്കാര്യത്തിൽ പിന്നാക്ക വോട്ടുകളൊക്കെ കിട്ടുന്നുള്ള കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കർണാടകയിലെ 1-ാം ഘട്ടത്തിലെ ഒരു ആനുകൂല്യം 2-ാം ഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് വിവാദങ്ങൾ പ്രജ്വൽ രേവണ്ണയുടെ കുടുംബത്തിൻ്റെയും ഈ സെക്സ് സ്കാൻഡൽ വന്നല്ലോ. സെക്സ് സ്കാൻഡൽ വന്നപ്പോൾ BJPക്കും JDSനും കൂടി ഉണ്ടാക്കിയ സഖ്യം അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണം. ആദ്യത്തെ 14 എണ്ണം കഴിഞ്ഞ് ആണ് ഈ വിവാദം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വോട്ടെടുപ്പ് നടന്ന 14 സീറ്റ്. പക്ഷേ അവിടെ വേറൊരു ഗുണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പെല്ലാം അർബൻ ഏരിയയിലാണ്. അർബൻ ഏരിയയിൽ BJP സ്ട്രോങ് ആണ്. അപ്പോൾ
ഒരുപക്ഷെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ വിവാദമൊന്നും ഏൽക്കില്ല. കമ്മിറ്റഡ് വോട്ട് കൂടുതലുള്ള സ്ഥലമാണ്. നഗരപ്രദേശങ്ങളിലാണ് ഈ സെക്സ് എല്ലാം കൂടെ കിടന്ന് മാധ്യമ സ്വാധീനം കൂടുതലുള്ള പ്രദേശങ്ങളിലാണിത് പ്രചാരത്തിലായത്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലെ 3 സീറ്റിലെ ഇലക്ഷൻ നേരത്തെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റൂറൽ പ്ലേസിൽ ഇത് കാര്യമായി ഇലക്ഷനെ അഫക്റ്റ് ചെയ്യാൻ ബാധിക്കുന്ന എനിക്കും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ രേവണ്ണ കുടുംബത്തിനെ പറ്റി വലിയ അഭിപ്രായമൊന്നും അവിടെ ഇല്ല. അയാൾ തുറഞ്ഞു പൊക്കോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. ഇലക്ഷൻ കഴിയുമ്പോൾ അവിടെ ഈ രാഷ്ട്രീയ മുന്നണികളുടെ നിലപാടുകളിലൊക്കെ മാറ്റി. ഇതുപോലെ തന്നെ ഒരു ഈ സെക്സ് പ്രയോഗം നടന്ന സ്ഥലമാണ് ബംഗാൾ. അവിടെ അത് ബാധിക്കുമോ? അതോ സന്ദേശ് ഗലിക്ക് മുകളിൽ അതിന് നിൽക്കാൻ പറ്റുമോ? ബംഗാളിലെ സന്ദേശ് ഗലി ഇഷ്യൂ ആണ് ഗവർണർക്കെതിരെ ഒരു ആരോപണമായി വരാനിടയായതെന്നുള്ള രാഷ്ട്രീയം, അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം, ആ സന്ദർഭം, അതിനൊരു താൽക്കാലിക ജീവനക്കാരിയെ ആർക്കും വിലക്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ബന്ധു സ്ഥാനാർത്ഥിയാണെന്നും പറയുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേർക്കാണ് അതിൻ്റെ മുന ചെല്ലുക. പിന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ഇതെങ്ങനെ ബാധിക്കാനാണ്? ഗവർണർ സ്ഥാനാർത്ഥിയല്ല, പിന്നെ സാങ്കേതിക അർത്ഥത്തിലൊരു രാഷ്ട്രീയക്കാരനുമല്ല. അപ്പോൾ അത് ബംഗാളിൽ അത് അത്ര വലിയ തൃണമൂല് പ്രതീക്ഷിക്കുന്ന തരത്തിൽ അത് BJPക്ക് തിരിച്ചടിയാക്കി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോർത്ത് ഈസ്റ്റ് പൊതുവെ എങ്ങനെയുണ്ട്? നോർത്ത് ഈസ്റ്റ് പൊതുവെ നമ്മൾ BJPക്ക് ഒരു പണ്ടും സൗത്ത് ഇന്ത്യ പോലെ ഒരു അത്ര വലിയ സ്വാധീനമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. പക്ഷേ പടിപടിയായി മാറി വരികയാണ്. കഴിഞ്ഞ തവണ തന്നെ ആസാം മാറി. പിന്നെ ഈ മണിപ്പൂരിലെ 2 സീറ്റ് അത് രണ്ടും BJPക്ക് പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല, കിട്ടില്ല. അപ്പം മണിപ്പൂരിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റിലും BJPക്ക് ആണ് മുൻതൂക്കം. പിന്നെ ബംഗാളിലെ ആണ് നേർക്ക് നേർ മത്സരം നടക്കുന്നത്. അവിടെ കോൺഗ്രസും CPM-ഉം ഒരു വൃഥാ മുന്നണി ഉണ്ടാക്കി മത്സരം. ഈ നോർത്ത് ഈസ്റ്റിലെ ആളുകളെ കണ്ടാൽ ചൈനക്കാരെ പോലെ ഇരിക്കും എന്നുള്ളത് മണിപ്പൂരിലെ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. പിത്രോദ പറഞ്ഞത് ഉണ്ടല്ലേ കോൺഗ്രസിനെതിരെ. പക്ഷെ അവിടെ 2 ഇലക്ഷനും തീർന്നുപോയി. ഈ തെലങ്കാന എങ്ങനെയുണ്ട്? തെലങ്കാനയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ അവിടെ പല കസർത്തുകളും കാണിക്കുന്നുണ്ട്. ഒന്ന് വ്യാജ വീഡിയോ നിർമ്മിച്ചു. ഷായുടെ പേരിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ശബ്ദം അനുകരിച്ച് ചില വിവാദങ്ങൾ. അതിൻ്റെ പേരിൽ രേവന്തിന് മുഖ്യമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തന്നെ കാരണം ഒരു ഭയത്തിൽ നിന്നല്ലേ, തോൽവി രീതിയിൽ നിന്ന് വന്ന കുതന്ത്രങ്ങളാണ്. അപ്പോൾ അവിടെയും BJPക്ക് അനുകൂലമായൊരു കാറ്റുണ്ട് എന്ന് വേണം. കാരണം തൊട്ടിപ്പുറത്തുള്ള ആന്ധ്രയിലെ ഉള്ളൊരു അനുകൂല കാറ്റ് അവിടെയും ഉണ്ട്. ആന്ധ്രയിൽ നിലയുറപ്പിക്കുന്ന പ്രശാന്ത് കിഷോർ 1 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുമുണ്ട്. പിന്നെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയുടെ പിന്നെ ആനുകൂല്യം BJPക്ക് അനുകൂലമല്ലേ? അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഉത്തരാഖണ്ഡ് ഇലക്ഷനെല്ലാം കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ഉത്തരാഖണ്ഡിൽ BJP അനുകൂലമാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ അത് BJPയോടൊപ്പമാണ് നിൽക്കുന്നത്. പിന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല, 7 സീറ്റ് കിട്ടുമല്ലോ. ന്യായമായി ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കെജ്രിവാൾ ഫാക്ടർ ഇത് എങ്ങനെ ബാധിക്കും? കെജ്രിവാൾ ഫാക്ടർ അതിനെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം നല്ല ധാരണ അതിനെ പറ്റിയിട്ടുണ്ട്. ഇയാൾ തട്ടിപ്പുകാരനാണെന്നും അഴിമതിക്കാരനാണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ വലിയ ധാരണ അവർക്കുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല ഡൽഹി. ആ ഡൽഹിയിൽ ഈ നാഷണൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻറ്റ് ആക്ട് 2023 കഴിഞ്ഞ കൊല്ലം അമെൻഡ് ചെയ്തതാണ് ഈ ആക്ട്. അപ്പോൾ ആക്ട് അമെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 9 സംഗതികൾ, 9 ഇനം, 9 കാറ്റഗറീസ്. അത് ഈ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യാവൂ എന്ന ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ ക്രമസമാധാനം, പോലീസ്, അവിടെ പിന്നെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി കാര്യങ്ങൾ,
ദയാഹർജികൾ, പിന്നെ നിയമസഭ വിളിക്കുന്നത്, അത് സമ്മേളനങ്ങൾ മാറ്റുന്നത്, പിരിച്ചുവിടൽ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റാണത്. അതറിയാതെയാണ് ഈ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രിസൈഡിങ് ഓഫീസറെ വെക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുഖ്യമന്ത്രി വേണം അത് അയച്ചു കൊടുക്കാൻ. ഗവർണർക്ക് മുഖ്യമന്ത്രി ഇല്ലല്ലോ അവിടെ. അല്ല, ഡൽഹി മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു സാധാരണ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗ്ലോറിഫൈഡ് ക്ലാർക്കാണ്. അവിടെ വേറെ അധികാരങ്ങളൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് കലക്ടർ പോലെയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു ഡെസിഗ്നേറ്റഡ് പദവി പോലെ ഉള്ള ഒരു പദവിയാണ്. അതിന് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ 9 സമൻസിന് മാനിക്കാതെ ഇരിക്കുന്ന ഒരാളിന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു രാജ്യത്ത് അദ്ദേഹത്തിനെതിരെ പിന്നെ എന്ത് നടപടി എടുക്കും? പിന്നെ ജാമ്യം ചോദിച്ചല്ലല്ലോ കോടതിയിൽ പോയത്. അതെ, അറസ്റ്റിന് ചോദ്യം ചെയ്താണ് പോയത്. അത് കിട്ടിയില്ല. അതില്ല. പിന്നെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് BJP ചേരുകയും ചെയ്തു. അതെ 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 ലവ്ലി. അപ്പോൾ അത് കോൺഗ്രസിന് അവിടെ തിരിച്ച്, കോൺഗ്രസിന് പിന്നെ ഡൽഹിയിലെ 7 സീറ്റിൽ ഒരു സേയും ഇല്ലാത്ത. അപ്പോൾ അരവിന്ദ് കെജ്രിവാളും BJPയും തമ്മിലാണ് അവിടുത്തെ മത്സരം. അപ്പോൾ കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കി കൊടുത്ത സീറ്റ് കോൺഗ്രസ് ഡൽഹിക്ക് പുറത്തുള്ളവർക്ക് കൊടുത്തതിനെ തുടർന്നാണ് PCC പ്രസിഡന്റ് രാജിവെച്ചത്. അപ്പം ഡൽഹിയിലെ 7 സീറ്റിനെ കുറിച്ച് വലിയ ചർച്ചയുടെ തന്നെ ആവശ്യമില്ലാത്ത തരത്തിൽ അത് BJPക്ക് അനുകൂലം. അതെ അതെ. ഇപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും അത്യാവശ്യം ഒരു ധാരണ ഇന്ത്യയെ പറ്റി ഉണ്ടാവും. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്ന പോലെ അല്ല. കേരളത്തിൽ എഴുതപ്പെട്ടു വരുന്ന ഇലക്ഷൻ റിപ്പോർട്ടുകളല്ല വസ്തുത. ഇവിടുത്തെ പ്രചാരമുള്ളതും പ്രചാരം കുറഞ്ഞതും ആയ പത്രങ്ങളിൽ വരുന്ന. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ബൈഡൻ മറ്റേ ഇന്ത്യക്ക് വിദേശ പേടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഈ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു പ്രധാന ലേഖനത്തിൽ മോദിക്ക് ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അത് വസ്തുതകൾ കാണുന്നവർക്ക് അവരുടെ അഭിപ്രായം ധീരതമായി രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഇവിടെ വസ്തുത അറിയാമെങ്കിലും ഇതിപ്പോൾ ജനങ്ങളോട് പറയണ്ട എന്ന് കരുതുന്ന മാനിപ്പുലേറ്റീവ് ജേർണലിസമാണ്. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾ അവാസ്തവങ്ങളും അവാർത്തവകളും വായിച്ച് കാര്യങ്ങൾ. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നവരെ സമ്മതിക്കണം. BJP പിന്നോട്ടാണെന്നും UP-യിൽ നിയന്ത്രിച്ച് BJPയെ നിയന്ത്രിച്ച് നിർത്തുന്നൊക്കെ അങ്കലാപ്പിൽ എന്നൊക്കെ അവിടെ പാർട്ടികൾ തന്നെ അസ്തമിക്കുന്ന ഘട്ടത്തിലാണ്. അതെ അതെ. വേറെ ആര് വരും? അവർക്ക് വരാനുള്ള അന്തരീക്ഷവും സാഹചര്യവും എന്താണ്? വോട്ട് ജിഹാദിന് മറ്റേ ആഹ്വാനം ചെയ്തൊരു സ്ഥലമാണ്. അതെ അതെ. SP. അതെ അതെ. അപ്പോൾ ഇതാണ് ദേശീയ രാഷ്ട്രീയ ചിത്രം.